കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിൽ നിന്നും അല്പം ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 40-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുവചനം കേൾക്കുവാൻ, അവിടുത്തെ തിരുവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ അടിയങ്ങൾക്ക് നൽകി തന്ന ഈ വിലപ്പെട്ട സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ തിരുവചനത്താൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം അവിടുത്തെ നിത്യമായ സ്നേഹം ഇന്ന് ഞങ്ങളോട് ഇടപെടുമാറാകണമേ എന്ന് ഞങ്ങളപ്പനോട് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ കീഴിലായിരിക്കുന്ന ഞങ്ങളെല്ലാവരും സ്വർഗീയ സ്പർശനം അനുഭവിപ്പാൻ തിരുവചനത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് അനുഭവമാക്കി തരണമേ. വ്യക്തിപരമായി ഞങ്ങളോട് സംസാരിക്കണമേ. നിസ്സാരനായ അടിയനെ വിനയത്തോടെ അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. എല്ലാം മഹത്വത്തോടെ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം വായിച്ചു കേട്ടതായ തിരുവചന ഭാഗം ആത്മനിറവിൽ നിന്ന് ഉയർന്നു വന്ന പ്രബോധനത്തിൻ്റെ വാക്കുകളാണ്. പെന്തക്കോസ്ത് നാളിൽ സിഹിയോൻ മാളികമുറിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പകരപ്പെട്ടപ്പോൾ ആത്മനിറവിൽ ആയിരുന്ന ആ കൂട്ടം ചുറ്റും ഓടിക്കൂടിയവരോട് ആത്മനിറവിൽ സംസാരിക്കുമ്പോൾ പറയുന്നതായ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവീൻ. ഒരു വല്ലാത്ത കാലത്താണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അന്ത്യകാല തലമുറ, വക്രതയും കോട്ടവുമുള്ള തലമുറ, വഷളത്ത് നിറഞ്ഞതായ തലമുറ, എങ്ങും അസമാധാനവും പ്രശ്നങ്ങളും ദുഃഖങ്ങളും കരച്ചിലുകളും മാത്രമേ കേൾക്കാനുള്ളൂ. ഓരോ ദിവസവും നാം കേൾക്കുന്നതായ വാർത്തകളൊന്നും സുഖകരമായ വാർത്തകളല്ല. ആത്മീയ മണ്ഡലങ്ങൾ ക്രിസ്തുവിനെയും സുവിശേഷത്തെയും വിട്ട് അകന്ന് മാറിപ്പോയിരിക്കുന്നതായ ഈ കാലയളവ് ദൈവവചനത്തിനോ മാനസാന്തരത്തിനോ യാതൊരു സ്ഥാനവുമില്ല. ആത്മീയ പ്രസ്ഥാനങ്ങളും പ്രവർത്തകരും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഒരു പ്രാധാന്യവും നൽകാതെ മുന്നോട്ട് പോകുന്നതായ കാലം. സഭകൾ ക്രിസ്തുവിനെ തള്ളി ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്നെ ദൈവവചനം പഠിപ്പിച്ച അനുഗ്രഹീതനായ ഒരു ദൈവദാസനുണ്ടായിരുന്നു. കണ്ണിക്കാട്ടയിൽ KV കുര്യാക്കോസ് വല്യപ്പൻ. യാക്കോബായ സഭയിൽ ഒരു കാലത്ത് അറിയപ്പെട്ട ഒരു സുവിശേഷകനായിരുന്നു. പ്രിയപ്പെട്ട വല്യപ്പനോട് ഒരുമിച്ച് അനേകം ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ ദൈവം അവസരങ്ങൾ തന്നിട്ടുണ്ട്. വല്യപ്പൻ കൂടെ കൂടെ പറയാറുള്ള ഒരു ഉദാഹരണം ഞാൻ ഓർക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചു കൊണ്ടിരുന്നത് അടയ്ക്കാമരത്തിൻ്റെ പാളയിലായിരുന്നു. ഇഷ്ടംപോലെ സുലഭമാണല്ലോ. ആ അടയ്ക്കാമരത്തിൻ്റെ പാളയിൽ കുഞ്ഞിനെ കുളിപ്പിച്ച് എടുത്ത് തുവർത്തി കുഞ്ഞിനെ മാറോട് ചേർത്തണയ്ക്കുകയും ആ പാളയും വെള്ളവും
ദൂരേക്ക് എറിഞ്ഞു കളയുകയും ചെയ്യും. എന്നാൽ ഇന്നത്തെ സഭയും സമുദായങ്ങളുമെല്ലാം കുഞ്ഞിനെ എറിഞ്ഞു കളഞ്ഞിട്ട് പാളയും വെള്ളവും സൂക്ഷിക്കുകയാണ്. ഇന്ന് പല ചടങ്ങുകളും കർമ്മങ്ങളുമെല്ലാം ഇതുപോലെയല്ലേ? ക്രിസ്തുവിനും മാനസാന്തരത്തിനും എന്ത് സ്ഥാനമുണ്ട്? അന്ന് ആ പെന്തക്കോസ് നാളിൽ ആത്മാവിൽ നിറഞ്ഞവൻ വിളിച്ചു പറയുകയാണ്, ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ തലമുറയിലേക്ക് നാം നോക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 39-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയാണ് ഈ തലമുറ. ജീവിതത്തിൽ നിന്ന് ദോഷമായതൊന്നും നീക്കിക്കളയാത്തതായ തലമുറ, പാപം നീക്കിക്കളയാത്തതായ തലമുറ, അരുതാത്തത് വിട്ടു മാറാത്തതായ തലമുറ, ലോകത്തോടും ലോകമോഹങ്ങളോടും ചേർന്ന് ഇഴുകി ജീവിക്കുന്നതായ, ലോകവും ലോകമോഹങ്ങളും ഇടകലർന്ന് ജീവിക്കുന്നതായ തലമുറ, വേർപാടും വിശുദ്ധിയും ഇല്ലാത്തതായ തലമുറ. എന്താണ് ആ തലമുറയുടെ പ്രത്യേകത? ആ തലമുറ അടയാളം തിരയുന്നു. അടയാളങ്ങൾ തിരഞ്ഞെടുക്കുന്നതായ തലമുറ. അത്ഭുതങ്ങൾ വേണം, അടയാളങ്ങൾ വേണം. അതാണ് സുവിശേഷം 12-ാം അധ്യായം 38-39 വാക്യങ്ങൾ. 39-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നത്: ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കുകയില്ല. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് വേറെ ഒരു അടയാളം ഇല്ല എന്നാണ് കർത്താവ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം തന്നെ 16-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലും കർത്താവ് ഈ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. ദോഷവും വ്യഭിചാരമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല എന്ന്. എന്താണ് യോനയുടെ അടയാളം? ലൂക്കോസിന് സുവിശേഷത്തിലേക്ക് നാം നോക്കുമ്പോൾ ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായം 30-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: പുരുഷാരം തിങ്ങിക്കൂടിയപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങിയത്, ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു. അത് അടയാളം അന്വേഷിക്കുന്നു. യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം കൊടുക്കുകയില്ല. യോന നിനവേക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമാകും. യോന നിനവേക്കാർക്ക് അടയാളമായി, അതുപോലെ തന്നെ ഈ തലമുറ, മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക് അടയാളമാകുമെന്ന്. എന്താണ് യോനയുടെ അടയാളം? ഇത് വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, യോന 3 രാവും 3 പകലും കടലാനയുടെ വയറ്റിലായിരുന്നതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. അത്ര സുവിശേഷം 12-ാം അധ്യായം 40 മുതലുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പുമാണ് കാണിക്കുന്നത്. യോന 3 രാവും 3 പകലും കടലാനയുടെ ഉള്ളിൽ, ആ തിമിംഗലത്തിൻ്റെ ഉള്ളിലായിരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും
ഭൂമിയുടെ ഉള്ളിലായിരിക്കേണ്ടതാകുന്നു. യോനയുടെ അടയാളം ക്രിസ്തുവിൻ്റെ കുരിശുമരണവും കബറടക്കവും ഉയർത്തെഴുന്നേൽപ്പും. അതാണ് അടയാളം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പുമല്ലാതെ മറ്റൊരടയാളം രക്ഷയ്ക്കില്ല എന്നാണ് കർത്താവ് പറയുന്നത്. എന്തിനാണ് അടയാളം തേടി നടക്കുന്നത്? എന്തടയാളമാണുള്ളത്? മാനസാന്തരപ്പെടണമോ? രക്ഷപ്പെടണമോ? രക്ഷയ്ക്കായി യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണമല്ലാതെ വേറെ ഒരടയാളമില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യോനിയുടെ അടയാളമല്ലാതെ വേറെ അടയാളമില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമല്ലാതെ രക്ഷയ്ക്ക് വേറെ ഒരു വഴിയുമില്ല എന്ന് അടിവരയിട്ട് ദൈവത്തിന് വചനം പറയുകയാണ്. യോന എന്താണ് ചെയ്തത്? യോന നിനവേയിൽ ചെന്നു. നിനവേക്കാരോട് ദൈവത്തിൻ്റെ ആലോചന അറിയിച്ചു. യോനയുടെ കയ്യിൽ ദൈവം കൊടുത്തയച്ച ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഒരു സന്ദേശമുണ്ടായിരുന്നു. ആ സന്ദേശം നിനവേക്കാരോട് അറിയിച്ചു, ദൈവവചനം അറിയിച്ചു. നിനവേക്കാർ, രാജാവ് തുടങ്ങി പ്രജകൾ എല്ലാവരും, വലിയവൻ തുടങ്ങി ചെറിയവൻ വരെ എല്ലാവരും തങ്ങളുടെ പാപത്തെ ഓർത്ത് അനുതപിച്ച് കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ തങ്ങളുടെ ദുർമാർഗങ്ങളെ തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ അവർക്ക് വരുത്തുമെന്ന് നിശ്ചയിച്ചിരുന്ന അനർത്ഥത്തെ ഓർത്ത് ദൈവം അനുതപിക്കുകയും അതവർക്ക് വരുത്താതെ അവർ രക്ഷിക്കുകയും ചെയ്തു. അതാണ് നിനവേക്കാരുടെ അടയാളം. എന്താണ്? ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ടു. ദൈവവചനം കേട്ട് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അനുദപിച്ച് പാപത്തെ വിട്ടുതിരിഞ്ഞു. രക്ഷ വേണമോ? ഈ തലമുറയിൽ രക്ഷിക്കപ്പെടണമോ? രക്ഷ അനുഭവിക്കണമോ? ദൈവവചനം കേട്ട് മാനസാന്തരപ്പെടുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നിനവേക്കാരുടെ അടയാളമല്ലാതെ. നിനവായോടുണ്ടായ കോപം നിലവിളിയാൽ നീ നീക്കിയല്ലോ എന്ന് നാം പാടും, നാം പ്രാർത്ഥിക്കും, നാം ധ്യാനിക്കും. എന്നും സ്തുതി നിൻ കനിവിന് കനിവേറും രക്ഷകനെ. നമുക്കൊന്ന് പാടി കേൾക്കാം. എന്നും സ്തുതി നിൻ കനിവിനു കനിവേറും രക്ഷകനെ, എത്ര നിറഞ്ഞിൻ നെങ്ങും കാണുന്നു നിന്ദാനം, നിരുവയരോടുണ്ടായ കോപം നിലവിളിയാൽ നീ നീക്കിയല്ലോ. വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 31-ാമത്തെ വാക്യം. ഈ തലമുറയിലെ മനുഷ്യരെ ഏതിനോട് ഊമിക്കേണ്ടു? അവർ ഏതിനോട് തുല്യം? ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ നിങ്ങൾക്കായി വിലാപം പാടി, നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് അന്യോന്യം വിളിച്ചു പറയുന്ന കുട്ടികളോട് അവർ തുല്യർ. കർത്താവ് പറയുകയാണ്, ഈ തലമുറയിലെ മനുഷ്യനെ ഏതിനോട് ഊമിക്കേണ്ടു? അവർ ഏതിനോട് തുല്യം? നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷകളെ സൂക്ഷ്മമായി വീക്ഷിക്കുകയാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിന് വഴിയൊരുക്കുവീൻ,
അവൻ്റെ പാതകളെ നിരപ്പാക്കുവീൻ. തൻ്റെ വാക്കുകളെ കേൾക്കാൻ കൂടി വന്നവരോട് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തിൽ രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാര്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. ഇങ്ങനെ യോഹന്നാന്റെ ശുശ്രൂഷകളെ കർത്താവ് സഹൂതം വീക്ഷിക്കുമ്പോൾ ജനമെല്ലാം യോഹന്നാന്റെ വാക്കുകളെ കേട്ട് അതുപോലെ പ്രവർത്തിച്ച് ദൈവത്തെ നീതീകരിക്കുന്ന കാഴ്ച കർത്താവ് കാണുകയാണ്. എങ്കിലും പരീശന്മാരും ശാസ്ത്രികളും യോഹന്നാന്റെ വാക്കുകളെ കേട്ടു എങ്കിലും അതുപോലെ പ്രവർത്തിക്കാതെ ദൈവത്തിൻ്റെ ആലോചന വൃഥാവാക്കി കളയുന്ന കാഴ്ച കർത്താവ് കണ്ട് പറയുന്നതായ വാക്കുകളാണ്. ഈ തലമുറയിലെ മനുഷ്യരെ ഏതിനോട് ഉപമിക്കേണ്ടു? അവർ ഏതിനോട് തുല്യം? ഇവിടെ കർത്താവ് പറയുന്നത് ഒരു ഉദാഹരണം എടുത്ത് ഉദ്ധരിക്കുകയാണ്. ആ കാലയളവിൽ ചന്തസ്ഥലത്തിരുന്ന് ഉച്ചത്തിൽ പറയുന്നതായി കുട്ടികളോടൊക്കുന്നു എന്ന്. എന്നാണ് കുട്ടികൾ പറയുന്നത്? ലൂക്കോസ് 7:32 വായിക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ നിങ്ങൾക്കായി വിലാപം പാടി നിങ്ങൾ മാറത്തടിച്ചില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് അന്യോന്യം വിളിച്ചു പറയുന്ന കുട്ടികളോട് അവർ തുല്യർ. ചന്തസ്ഥലത്തിരുന്ന് കുട്ടികൾ വഴക്കുണ്ടാക്കുകയാണ്. ആ കാലത്ത് കുട്ടികളുടെ ഇടയിൽ അവർ ചന്തസ്ഥലങ്ങളിൽ മൈതാനങ്ങളിലെല്ലാം ഒരുമിച്ച് കൂടി അവർ കളിക്കാറുള്ള ചില കളികളുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് കല്യാണക്കളി എന്ന് പറയും. കുട്ടികൾ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞു നിൽക്കും. ഒരു ഗ്രൂപ്പ് കുഴലൂതുമ്പോൾ മറ്റേ ഗ്രൂപ്പിലുള്ളവർ നൃത്തം ചെയ്യണം. അതാണ് കളി, കല്യാണക്കളി. മറ്റൊന്ന് മരണക്കളിയാണ്. ഒരു ഗ്രൂപ്പിലുള്ളവർ വിലാപം പാടും, മറ്റേ ഗ്രൂപ്പിലുള്ളവർ മാറത്തടിക്കണം. അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാകണം. കുഴലൂതുമ്പോൾ നൃത്തം ചെയ്യണം, വിലാപം പാടുമ്പോൾ മാറത്തടിക്കണം. അപ്പോഴേ കളി ശരിയാവുകയുള്ളൂ. ഇവിടെ കുഴലൂതിയപ്പോൾ നൃത്തം ചെയ്യുന്നില്ല, വിലാപം പാടിയപ്പോൾ മാറത്തടിക്കുന്നില്ല. അനുകൂലമായൊരു പ്രതികരണമില്ല. കളി ശരിയാകുന്നില്ല. അവർ തമ്മിൽ വഴക്കടിക്കുകയാണ്. ചന്തസ്ഥലത്തിരുന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ നിങ്ങൾക്കായി വിലാപം പാടി നിങ്ങൾ മാറത്തടിച്ചില്ല. അനുകൂലമായ പ്രതികരണമില്ല. ഈ തലമുറയിലെ മനുഷ്യരെ ഏതിനോട് ഉപമിക്കുന്നു? നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ നോക്കിക്കൊണ്ട് കരുണയുള്ള കർത്താവിൻ്റെ ഉള്ളം പറയുന്നതായ വാക്കുകൾ ഏതിനോട് ഉപമിക്കേണ്ടു? ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവവചനത്തിന് അനുകൂലമായൊരു പ്രതികരണമാണ് നമ്മിലുണ്ടാകുന്നത്. കേൾക്കുന്ന വചനത്തിനൊത്തവണ്ണം ജീവിതം ക്രമീകരിച്ചാണ് നാം മുന്നോട്ട് പോകുന്നത്. അതോ ദൈവം തരുന്നതായ ആലോചനകൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നതായ ആലോചനകൾ അതിനൊത്തവണ്ണം ജീവിതം ക്രമീകരിക്കാതെ, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താതെ, അതൊന്നും ഒരു വിഷയമാക്കാതെ നാം മുന്നോട്ട് പോകുന്നവരോ? ഇന്ന് പ്രസംഗങ്ങൾക്ക് കുറവില്ല, ശുശ്രൂഷകൾക്ക് കുറവില്ല, സഭകൾക്കോ കൂട്ടായ്മകൾക്കോ കുറവില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്കൊത്തവണ്ണം ജീവിതത്തെ ക്രമീകരിച്ച് ഒന്ന് ശരിയായി മുന്നോട്ട് പോകാൻ കുട്ടികൾ അവിടെ കളി ശരിയാകുന്നില്ല. അവർ തമ്മിൽ വഴക്കുണ്ടാക്കുകയാണ്. ചന്തസ്ഥലത്തിരുന്നു കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്. ഈ തലമുറയിലെ ആളുകളെ ഏതിനോട് ഉപമിക്കേണ്ടു? അവർ ഏതിനോടൊക്കുന്നു? ശാന്തമായ ജീവിതത്തിലേക്ക് നോക്കണം. ഞാൻ എൻ്റെ ജീവിതം എങ്ങനെയാണ്? എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എന്നോട് ഇടപെട്ടതിനൊത്തവണ്ണം ഒരനുകൂലമായ ചലനമാണോ എന്നിൽ നടക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഓരോന്നും വന്നപ്പോൾ
ദൈവം എന്നോട് ഇടപെടുകയാണ് എന്ന് മനസ്സിലാക്കി തിരുത്തി നാം മുന്നോട്ട് പോകുന്നുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവിതത്തിൻ്റെ കുറവുകൾക്ക് നേരെ വില ചൂണ്ടിക്കൊണ്ട് ഇത് നിനക്ക് നന്നല്ല എന്ന് നമ്മോട് ഇടപെടുമ്പോൾ തിരുത്തിക്കളയുവീൻ, മാറ്റിക്കളയുവീൻ, നീക്കിക്കളയുവീൻ, അവരെ വിട്ട് മാറിപ്പോരുവനെന്ന് ദൈവത്തിന് വചനം ആലോചന തരുമ്പോൾ അതിനൊത്തവണ്ണം വേണ്ട, ഈ ലോകയിമ്പം പ്രിയനെ നീ മതി എന്ന് തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ ദൈവത്തിൻ്റെ ആലോചനകളും വചനത്തിൻ്റെ ആലോചനകളും വിട്ട് ശിക്ഷയേൽക്കുന്നവരായി നാം മുന്നോട്ട് പോകുന്നുവോ? നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. ശാന്തമായി നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. ഞാൻ എൻ്റെ ജീവിതം എന്നെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എത്രയോ കാലങ്ങളായി വചനം കേൾക്കുന്നു. ഞാനും മാറിയെന്നുകൊണ്ടല്ല ഈ വാക്കുകൾ പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന എത്രയോ പ്രാവശ്യം കേൾക്കുന്നു. തിരുത്തേണ്ടതെല്ലാം തിരുത്തിയിട്ടുണ്ടോ? മാറേണ്ടതുപോലെ മാറിയിട്ടുണ്ടോ? ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ കാലം ഇതൊരു അന്ത്യകാലമാണ്. അന്ത്യനാളുകളിലേക്ക് നാം വന്നിരിക്കുകയാണ്. അന്ത്യകാലത്തിൻ്റെ ഒടുവിലത്തെ നാടുകളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. നമ്മോട് വാദിക്കുന്നതായി ദൈവത്തിൻ്റെ സ്നേഹം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മോട് ഇടപെടുന്നത്. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മോട് ഇടപെടുന്നത്. നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹം കാൽവറിയിൽ നമുക്ക് വേണ്ടി സ്വന്തം ജീവന ബലിയായി നൽകിയവൻ്റെ സ്നേഹം നമ്മെ മാടി വിളിക്കുകയാണ്. നാം അനുകൂലമായൊരു പ്രതികരണം, അനുകൂലമായൊരു ചലനം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ദൈവത്തിന് അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മേൽ പകരുകയാണ്. ഞാനും നിങ്ങളും ഇനിയും അടയാളങ്ങൾ തേടി പോകല്ലേ, അത്ഭുതങ്ങളുടെ പുറകെ പോകല്ലേ. രക്ഷപ്പെടാൻ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമല്ലാതെ വേറെ ഒരടയാളമില്ല. യോനിയുടെ അടയാളമല്ലാതെ, നിനവേക്കാരുടെ അടയാളമല്ലാതെ വേറെ ഒരടയാളമില്ല. ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയായി നാം ഇനിയും മുന്നോട്ട് പോകല്ലേ. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറ നടുവിൽ അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറ നടുവിൽ ഞാനും നിങ്ങളും അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി നിന്നുകൊണ്ട് ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതം സുവിശേഷത്തിൻ്റെ പ്രകാശം പരത്തേണ്ടതാണ്. വിശുദ്ധിയുടെ പ്രകാശം വരുത്തിക്കൊണ്ട് നിൽക്കേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പരത്തിക്കൊണ്ട് നിൽക്കേണ്ടതാണ്. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം നമ്മിലേക്ക് നോക്കുമോ? അന്ന് ആ കൂട്ടത്തെ നോക്കിക്കൊണ്ട് നമ്മുടെ കർത്താവ് നെടുവേർപ്പെട്ടു. ഞാൻ ഈ തലമുറയെ മനുഷ്യരെ ഏതിനോട് ഉപമിക്കേണ്ടു? ഇവർ ഏതിനോട് തുല്യം ആണോ? അങ്ങനെയാണോ നമ്മെ നോക്കി കാണുന്നത്? വീണ്ടും വീണ്ടും നാം വചനം കേൾക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മോട് ഇടപെടുന്നുണ്ട്. ഇന്നെങ്കിലും ഒരു അനുകൂലമായ ചലനം. ഇല്ല കർത്താവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വകയായി നിന്നുകൊള്ളാം. എൻ്റെ ജീവിതം മുഴുവനായും അവിടുത്തെ കരങ്ങളിലേക്ക് വിട്ടു തന്നുകൊള്ളാം. വചനം പ്രമാണിച്ച് നിൽക്കുന്ന ഒരു ജീവിതം. മറ്റൊന്നിൻ്റെയും പുറകെ പോകല്ലേ, മറ്റാരുടെയും പുറകെ പോകല്ലേ. ജീവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട്, ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നാം ഈ ഭൂമിയിൽ നിന്നാൽ ഈ ലോകത്തിൽ ജ്യോതിഷകളെ പോലെ പ്രകാശിക്കുമെന്ന്, നക്ഷത്രങ്ങളെപ്പോലെ വെളിച്ചം പകർന്നുകൊണ്ട് നിൽക്കാൻ നമുക്ക് കഴിയുമെന്ന് കരുണയുള്ള കർത്താവ് ആ മലപ്രസംഗത്തിൽ പറഞ്ഞല്ലോ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. ഇരുളടഞ്ഞതായി ഈ ലോകത്ത്, അന്ധകാരം നീങ്ങിയതായി ലോകത്ത്, ഈ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് നിൽക്കുവാൻ ഞാനായിരിക്കുന്ന സ്ഥാനത്ത്, ഞാനായിരിക്കുന്നതായ രംഗത്ത് വിശുദ്ധിയുടെ വെളിച്ചം പരത്തിക്കൊണ്ട് നിൽക്കുവാൻ കാലങ്ങളേറെയില്ല, നാളുകൾ ഇനി ഏറെയില്ല. നമ്മുടെ പ്രാണപ്രിയൻ വരാറായി. അല്ല, നമ്മുടെ മരണമെന്നാണ്. എത്ര നാൾ നമുക്ക് ഈ ഭൂമിയിൽ ആയുസ്സുണ്ട്? നാളെ നമുക്കുള്ളതാണോ? വരും നാളുകൾ നമുക്കുള്ളതാണോ? നമുക്കാർക്കും അറിയില്ല. ദൈവം തരുന്നതായ അവസരങ്ങൾ ഓരോന്നും ലാസ്റ്റ് ചാൻസാണ്, ഒടുവിലെത്തിയ അവസരമാണ്. മാനസാന്തരപ്പെടാൻ ഒടുവിലെത്തിയ അവസരമാണ് അവൻ തരുന്നത്. രക്ഷിക്കപ്പെടുവാൻ ഒടുവിലെത്തിയ അവസരമാണ് അവൻ തരുന്നത്.
പാപത്തോട് യാത്ര പറയുവാൻ ഒടുവിലത്തെ അവസരമാണ് അവൻ തരുന്നത്. വിശുദ്ധീകരണം പ്രാപിക്കുവാൻ ഒടുവിലത്തെ അവസരമാണ് അവൻ തരുന്നത്. തൻ്റെ ചങ്കല ചോരയുമായി നമ്മുടെ അരികിൽ വന്ന് നിൽക്കുന്നവൻ കഴുകപ്പെടാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ് തരുന്നത്. ഇന്നാരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കും, കർത്താവേ എന്നെ ഒന്ന് കഴുകണമേ, എൻ്റെ പാപങ്ങളൊന്ന് കഴുകി തരണമേ, എൻ്റെ കൊള്ളരായങ്ങളെ കഴുകി തരണമേ. നിന്റെ വകയായി നിൽക്കുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദോഷമുള്ള തലമുറയായി ഇനി മുന്നോട്ട് പോകല്ലേ. ഈ തലമുറ ദോഷമുള്ളതായിക്കൊള്ളട്ടെ. എന്തെല്ലാം ദോഷങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ തിങ്ങി നിറഞ്ഞു കിടന്നാലും, നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ, നാം ആയിരിക്കുന്നതായ സാഹചര്യങ്ങളുടെ ഇടയിൽ എന്തെല്ലാം ദോഷങ്ങൾ തെങ്ങിക്കിടക്കുന്നു എങ്കിലും അതൊന്നും നമ്മുടെ മേൽ പറ്റാതെ, ജീവിതത്തിൽ കറ പറ്റാതെ തന്നെത്താൻ സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുവാൻ ദൈവവരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുമോ? സ്വർഗം സന്തോഷിക്കട്ടെ. നാം കരുതുന്നുണ്ടാകും നമ്മെ ആരും കാണുന്നില്ല എന്ന്, നമ്മെ ആരും അറിയുന്നില്ല എന്ന്. നമ്മെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാൽവരിയിലെ സ്നേഹമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്ന് പിടഞ്ഞത്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ രക്തം അവസാനത്തുള്ള രക്തം വരെയും ഈ ഭൂമിയിലേക്ക് ഊറ്റി തന്നത്. തൻ്റെ അവസാനത്തുള്ളി ചോരയും ഊറ്റി തന്നവൻ നമ്മെ വിട്ട് കടന്നു പോകുമോ? നമ്മെ കാണാതെ മാറി നിൽക്കുമോ? ആ രക്തത്തിൻ്റെ വില അനുഭവിക്കുവാൻ നാം വരുന്നു നോക്കി അവൻ ആവലോടെ കാത്തു നിൽക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ഉള്ളം കുളിർപ്പിക്കുവാൻ, യേശുവിൻ്റെ ഉള്ളം തണുപ്പിക്കുവാൻ, യേശുവിൻ്റെ വകയായി തീരുവാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിതം വേർതിരിയുവാൻ ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്. ഈ നിസ്സാരനായ എടീൻ്റെ ജീവിതം 22-ാമത്തെ വയസ്സിൽ ഈ നിത്യമായ സ്നേഹത്തെ കണ്ടപ്പോൾ എന്നെ സ്നേഹിക്കുന്ന കരുണയുള്ള കർത്താവ്, ആ കാൽവരിയിലെ സ്നേഹം ഈ നിസ്സാരനായ ഈ മനുഷ്യൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ സ്നേഹത്തിന് അങ്ങ് കീഴ്പ്പെട്ടു കൊടുക്കുവാൻ ജീവിതത്തിലൊരു ഭാഗ്യം തന്നു. നഷ്ടമായി പോയില്ല, ഒന്നും നഷ്ടമായി പോയില്ല. ഇന്ന് അനുഗ്രഹത്തിൻ്റെ ഒരു സമയമായി മാറട്ടെ. ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് മുഴുവനായി ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവേ, ഞാൻ നിൻ്റെ വക. ഈ വഷതത്വം നിറഞ്ഞ തലമുറയിൽ നിന്ന്, ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന്, ഈ ദുഷ്ട തലമുറയിൽ നിന്ന് ഒന്ന് വേറിട്ട് നിൽക്കാൻ എൻ്റെ യേശുവിൻ്റെ വകയായി ഈ തലമുറകളെ വിട്ടുപോകാനല്ല, ഇതിൻ്റെ നടുവിൽ, ഈ വക്രതയും കോട്ടവുമുള്ള തലമുറ നടുവിൽ ഇന്നു മുതൽ അനിന്ദിരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി ഈ ദൈവത്തിൻ്റെ വചനമനുസരിച്ചുകൊണ്ട്, ദൈവവചനം പ്രമാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ഈ തലമുറയെക്കുറിച്ച്, ഈ കാലങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതോർത്ത് സ്തോത്രം. ഈ തലമുറയുടെ നടുവിൽ യേശുവിൻ്റെ വകയായി നിൽക്കുവാൻ, ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിപ്പാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വം എടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.